നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഡെവലപ്മെൻറ്റ് സീരീസ് പെട്ട മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് തികച്ചും നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ സീരീസുമായിട്ടാണ് വരുന്നത്. അതായത് നമ്മുടെ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ വികസനം തന്നെയാണ്. തിരുവനന്തപുരത്ത് പുതുവർഷത്തെ പ്രമാണിച്ച് ഒട്ടനവധി പുതിയ സർവീസുകൾ വരുന്നുണ്ട്. ആ ഒരു സർവീസുകളെ പറ്റിയിട്ടാണ് നിങ്ങളുമായിട്ട് ഇന്ന് കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ഇനി ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യയിലെ തന്നെ പ്രമുഖമായ ഒരു എയർപോർട്ടാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വേ അപ്പാണ്. കുറച്ച് കാലത്തെ ഒരു സ്റ്റാഗ്നൻ ഗ്രോത്തിന് ശേഷം ഇപ്പോൾ എയർപോർട്ട് ഒരു വികസനത്തിൻ്റെ പാതയിലാണ്. അദാനി ഏറ്റെടുത്തതോട് കൂടിയിട്ട് പല വിധത്തിലുള്ള ഫെസിലിറ്റീസും അതുപോലെ തന്നെ പുതിയ സർവീസുകളുമാണ് ഈ എയർപോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വൻ മാറ്റങ്ങൾ തന്നെ നമുക്ക് ഈ എയർപോർട്ടിൽ കാണാനായിട്ട് സാധിക്കും. അത് ഡൊമസ്റ്റിക് ആയിരുന്നാലും ഇൻ്റർനാഷണൽ സർവീസ് ആയിരുന്നാലും. ഇപ്പോൾ ഇന്ന് നിങ്ങളുമായി പ്രതിപാദിക്കാൻ പോകുന്നത് 3 ഇൻ്റർനാഷണൽ സർവീസിനെ പറ്റിയിട്ടാണ്. ഈ ന്യൂ ഇയറിന് നമുക്ക് ലഭിക്കുന്ന സമ്മാനമാണ് ഈ പറയുന്ന 3 സർവീസുകളും. ഒന്നാമത്തെ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്നും അബുദാബിയിലേക്കാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ആൾറെഡി തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അബുദാബിയിലേക്ക് സർവീസുകളില്ലേ? പക്ഷേ ഇത് വീണ്ടും ഒരു എയർലൈൻസിൻ്റെ തിരിച്ചുവരവാണ് ഇതിലൂടെ നമ്മൾ ഇപ്പോൾ സാധ്യമാക്കുന്നത്. അതായത് എത്തിഹാദ് എയർവേസ് കുറച്ചു കാലമായിട്ട് ഇവിടെ സർവീസ് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. എത്തിഹാദ് എയർവേസ് വീണ്ടും സർവീസ് തുടങ്ങുവാൻ പോകുന്നു എന്ന വിവരമാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. എല്ലാ ദിവസവും അവരുടെ സർവീസ് ഉണ്ടാവും തുടക്കത്തിൽ. അപ്പോൾ തിങ്കൾ മുതൽ 24/7, അതായത് ഈ വീഡിയോ ഇന്ന് 1-ാം തീയതിയാണ് ചെയ്യുന്നത്. നിങ്ങളിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ അത് ബുധനാഴ്ചയായി എന്ന് വരാം. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ എത്തിഹാദിൻ്റെ സർവീസ് എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഉണ്ടാകുന്ന സർവീസുകളാണ്. അതുപോലെ തന്നെ വളരെ മികച്ചൊരു സർവീസ് തന്നെയായിരിക്കും. ആൾറെഡി തന്നെ നമുക്ക് ഒരു എക്കണോമി രീതിയിൽ യാത്ര ചെയ്യാനായിട്ട് അബുദാബിയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ്സും അതുപോലെ തന്നെ നമ്മുടെ എയർ അറേബ്യയ്ക്കും ഉണ്ട്. അതിന് പുറമെയാണ് നമ്മുടെ ഈ പറയുന്ന എത്തിഹാദ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വളരെ മികച്ച രീതിയിൽ ഉള്ള ഒരു മത്സരം ഇവർ തമ്മിലുണ്ടാവുമ്പോൾ അത് തീർച്ചയായിട്ടും എൻഡ് യൂസറായ സാധാരണക്കാരായ ജനങ്ങൾക്ക് തന്നെയാണ് ഇതിന് ഉപകാരം ലഭിക്കുക. അപ്പോൾ ഇനി ഒത്തിരി ഓപ്ഷൻസും നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. കുറച്ചുകൂടെ കംഫർട്ടായിട്ട് കുറച്ചുകൂടെ ലക്ഷറി ആയിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എത്തിഹാദും ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സർവീസ് എന്ന് പറയുന്നത് എയർ ഏഷ്യ ബെർഹാദാണ്. എയർ ഏഷ്യ ബെർഹാദ് ഈ പറയുന്ന മലേഷ്യയിലേക്ക്, അതായത് കോലാലംപൂരിലേക്കാണ് സർവീസ് നടത്തുന്നത്. തുടക്കത്തിൽ ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിലായിരിക്കും ഇവരുടെ സർവീസ് നമുക്ക് ലഭിക്കുന്നത്. വളരെയധികം എക്കണോമിക്കലായിട്ട് നമുക്ക് ഈസ്റ്റേൺ സെക്ടറിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണ് നമ്മുടെ എയർ ഏഷ്യ ബെർഹാദിൻ്റേത്. അതുപോലെ തന്നെ ആൾറെഡി മലേഷ്യൻ എയർലൈൻസ്, ഫുൾ എയർലൈൻസ് നമുക്ക് ഈ ഒരു സെക്ടറിൽ ഇപ്പോൾ തന്നെ സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെയും ഒരു ആരോഗ്യപരമായിട്ടുള്ളൊരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് എൻഡ് യൂസറിന് നമുക്ക് കുറച്ചൊക്കെ പ്രതീക്ഷിക്കാം, കുറഞ്ഞ് കിട്ടും. ആൾറെഡി തന്നെ അവരുടെ പ്രൈസിങ് വളരെ കോമ്പറ്റീറ്റീവ് പ്രൈസിംഗ് ആണ് അവർ നടത്തിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സെക്ടറിലേക്ക് ഒത്തിരി ആൾക്കാർ ഇപ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങളിലേക്ക് ജോലി ചെയ്യാനായിട്ട് പോകുന്നവർ, ജപ്പാനിലേക്ക് പഠിക്കാനായിട്ട് പോകുന്നവർ, ഇവർക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന സർവീസുകൾ തന്നെയായിരിക്കും. കാരണം കണക്ഷൻ ഫ്ലൈറ്റുകൾ ലഭിക്കാൻ വളരെ ഹെൽപ്ഫുള്ളുമാണ്, യൂസ്ഫുള്ളുമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സർവീസ് എന്ന് പറയുന്നത് നമ്മൾ ഗൾഫ് സെക്ടറിലേക്കാണ്. അത് ജനുവരി 3 മുതലാണ് തുടങ്ങുന്നത്. ജനുവരി 3 മുതൽ വീണ്ടും മറ്റൊരു എയർലൈൻസ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരികയാണ്. അത് സലാം എയറാണ്. സലാം എയർ ഇനി മുതൽ ബുധൻ, ഞായർ ദിവസങ്ങളിൽ സർവീസ് നടത്തുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ സർവീസും നമുക്ക് മസ്കറ്റ് സെക്ടർ, ഒമാൻ സെക്ടറിലേക്ക് വളരെയധികം ഉപകാരപ്പെടും. അതുപോലെ തന്നെ അഗെയിൻ ഒരു കോമ്പറ്റീറ്റീവ് പ്രൈസിങ് ഇവിടെ വരികയും ചെയ്യും. അപ്പോൾ ഒട്ടനവധി പുതിയ സർവീസുകൾ ഇനിയും വരാനായിട്ടുണ്ട്. പലതും ടോക്സിലാണെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചത് നമ്മുടെ എയർപോർട്ട് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ പല വിധത്തിലുള്ള എയർലൈൻ കമ്പനികളുമായിട്ട്. അപ്പോൾ ഈ വർഷവും ഒട്ടനവധി പുതിയ സർവീസുകൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പുതിയ ഫെസിലിറ്റീസും നമുക്ക് നമ്മുടെ എയർപോർട്ടിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ബിലേറ്റഡ് ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഞാൻ ഷിബു സലിഹ, എന്നോടൊപ്പം പ്രേണ സ്റ്റാഷ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.